Today we are going to learn letter E. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? E എന്ന ലെറ്റർ ആണ് ട്ടോ. This is capital letter E. This is small letter E. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സാ പഠിച്ചത്? Capital letter A, small letter A, capital letter B, small letter B, capital letter C, small letter C, capital letter D, small letter D. കണ്ടോ, ഇത്രയും ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചത് അല്ലേ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ലെറ്റർ ഏതാണ്? ഇ. ഏതാണ്? ഇ. അപ്പൊ നമുക്ക് ഈ ലെറ്റേഴ്സും അതിന്റെ സൗണ്ടും എന്താണെന്ന് നോക്കിയാലോ. വാട്ട് ലെറ്റർ ഈസ് ദിസ്? ഈ ലെറ്റർ ഏതാണ്? എ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എ? എയുടെ സൗണ്ട് ആ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ. ദിസ് ഈസ് സ്മോൾ ലെറ്റർ എ. വാട്ട് ലെറ്റർ ഈസ് ദിസ്? ഇത് ഏത് ലെറ്റർ ആണ്? ബി. ഏതാണ്? ബി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ബി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ബി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ബി? ബിയുടെ സൗണ്ട് എന്താണ്? ബ. ബ. വാട്ട് ലെറ്റർ ഈസ് ദിസ്? സി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് സി? സിയുടെ സൗണ്ട് എന്താണ്? സ് 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 എന്നാണോ? അല്ല, ക് 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 അല്ലേ? ക്. വാട്ട് ലെറ്റർ ഈസ് ദിസ്? ഡി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഡി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഡി? ഡ ഡ അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ബിയും ഡിയും ഒരുപോലെ ഇല്ലേ കാണാൻ? പക്ഷെ വ്യത്യാസമുണ്ട് അല്ലേ? സ്മോൾ ലെറ്റർ ബിയുടേത് താഴോട്ട് വരച്ച് കുറച്ച് മുകളിലോട്ട് പോയി താഴോട്ട് മുമ്പിലോട്ടാണ് ഇവിടെ സർക്കിൾ ഉള്ളത്. അതേസമയം ഡിയോ, സ്മോൾ ലെറ്റർ ഡി, ആദ്യം സ്മോൾ ലെറ്റർ സി എഴുതുക, മുകളിലോട്ട് പോയി താഴോട്ട് വരിക. ഇവിടെ ഈ സർക്കിൾ ഉള്ളത് ബാക്കിൽ താഴോട്ടാണ് അല്ലേ? കണ്ടോ, ബാക്കിൽ താഴോട്ട്, ഇത് മുമ്പിൽ താഴോട്ട് അല്ലേ? ഇത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ലെറ്റർ ആണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ മുമ്പ് പഠിച്ച ലെറ്റേഴ്സും പിന്നെ ചില പിക്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ. വാട്ട് ലെറ്റർ ഈസ് ദിസ്? എ. ഏത് ലെറ്റർ ആണിത്? എ. എ കൊണ്ട് ഇവിടെ ഏത് പിക്ചർ ആണുള്ളത്? കാറ്റ് ആണോ? ആപ്പിൾ ആണോ? ഡ്രസ്സാണോ? ബോൾ ആണോ? ഏതാണ്? ഏതാണ്? ആപ്പിൾ. ഏതാണ്? ആപ്പിൾ. അപ്പൊ നമ്മൾ ഇത് ഏത് ലെറ്ററിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്? ദാ ക്യാപിറ്റൽ ലെറ്റർ എ അല്ലേ? എ എന്ന ലെറ്ററിലേക്ക് നമ്മൾ മാച്ച് ചെയ്തു. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ദിസ് ഈസ് എ ക്യാറ്റ് അല്ലേ? ഒരു ക്യാറ്റ് ആണ്. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ക്യാറ്റ്? ക്യാറ്റ്. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ക്യാറ്റ്. അപ്പോ ഖ് എന്ന സൗണ്ട് അല്ലേ വരുന്നത്? അപ്പൊ ഏതാണ്? സി. ഏതാണ്? സി. ഇതിൽ ഏതാണ് സി എന്ന ലെറ്റർ? ഈസ് ദിസ് ലെറ്റർ സി? നോ. ഇത് ലെറ്റർ സി ആണോ? അല്ല. ഈസ് ദിസ് ലെറ്റർ സി? യെസ്, ദിസ് ഈസ് ലെറ്റർ സി. സി സി എന്ന് പറയുന്നുണ്ടെങ്കിലും സൗണ്ട് എന്താണ്? ഖ് എന്നാണ് അല്ലേ? അപ്പോ ക്യാറ്റ് എങ്ങോട്ട് മാച്ച് ചെയ്യണം? ദാ ഇങ്ങോട്ട്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ലെറ്റർ ഈസ് ദിസ്? ഇത് ഏത് ലെറ്റർ ആണ്? ബി. ഏതാണ്? ബി. ബ് ബ് എന്ന സൗണ്ട് അല്ലേ? അപ്പോ ഇവിടെ മാച്ച് ചെയ്യാത്തതായിട്ട് രണ്ടെണ്ണേ ഉള്ളൂ, ഡ്രസ്സും ബോളും. അപ്പോ ഇതിൽ ഏതാണ് സ്റ്റാർട്ടിങ്ങിൽ ബ് ബ് എന്ന സൗണ്ട് വരുന്നത്? ബോൾ അല്ലേ? അപ്പൊ നമുക്ക് ഈ ബോളും ഈ ബിയും മാച്ച് ചെയ്യാം.
ഇനി ഏതാണ് മാച്ച് ചെയ്യാൻ ബാക്കിയുള്ളത്? ഡ്രസ്സാണ് അല്ലേ? എന്താണ്? ഡ്രസ്. ഡ്രസ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഡ്രസ്? ഡ്. ഡ്. ഡ്രസ്. പറഞ്ഞു നോക്കിക്കേ. ഡ്. ഡ്. ഡ്രസ്. അപ്പൊ നമുക്ക് ഇത് സ്മോൾ ലെറ്റർ ഡി ആണല്ലേ. ഇതൊക്കെ നമ്മൾ ഇവിടെ എഴുതിയത് ക്യാപിറ്റൽ ആണ്. ഇത് സ്മോൾ ലെറ്റർ ആണ്. സ്മോൾ ലെറ്റർ ആയാലും വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ടോ? സൗണ്ടിന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഡ്രസ് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. സി ഫോർ ക്യാറ്റ്, ബി ഫോർ ബോൾ, എ ഫോർ ആപ്പിൾ, ഡി ഫോർ ഡ്രസ്. ലുക്ക് അറ്റ് ദിസ്. ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എഗ്. എന്താണ്? എഗ്. എഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ട അല്ലേ? ഇത് എന്തിൻ്റെ മുട്ടയാണ്? കോഴിമുട്ട. നിങ്ങൾ കോഴിമുട്ട കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ദിവസവും ഓരോ എഗ്ഗ് കഴിക്കണം കേട്ടോ. എഗ്ഗിൽ ധാരാളം പ്രോട്ടീനും വിറ്റാമിൻസും ഒക്കെ ഉണ്ട്. അത് നമ്മളെ ശരീരത്തിന് അത്യാവശ്യമാണ് കേട്ടോ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എഗ്. എന്താണ്? എഗ്. എഗ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കും? ഇ ആയിരിക്കും. എന്താണ്? ഇ. അപ്പൊ നമുക്ക് എഗ് എന്ന് എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ. ഇ ജി ജി. എന്താ വായിക്കുക? എഗ്. എന്താ വായിക്കുക? എഗ്. വാട്ട് ഈസ് ദിസ്? എഗ്. എഗിന്റെ നിറം എന്താണ്? വൈറ്റ്. എന്താണ്? വൈറ്റ്. വാട്ട് ഈസ് ദിസ്? എഗ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എഗ്? എഗിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇ. എന്താണ്? ഇ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? ഇയുടെ സൗണ്ട് എന്താണ്? എ. എ. എഗ്. കണ്ടോ? എന്താണ്? എ. എ എന്നല്ല, ഒന്ന് ലൈറ്റ് ആയിട്ട് പറയാം. എന്താണ്? എ. എഗ്. കണ്ടോ? ഇ ഫോർ എഗ്. ഇ ഫോർ എഗ്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? എ. എഗ്. കണ്ടോ? എഗ്. ചില വേർഡ്സ് വരുമ്പോ ഇ എന്ന ലെറ്ററിന്റെ സൗണ്ട് മാറുന്നുണ്ട് കേട്ടോ. അത് ആ ഭാഗത്തുമ്പോൾ മേമ പറഞ്ഞു തരാം. പൊതുവായിട്ട് ഇയുടെ സൗണ്ട് എന്താണ്? എ. എന്താണ്? എ. ഇ ഫോർ എഗ്. എ. 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 എന്താണ് സൗണ്ട്? എ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഞാൻ ഒരു വലിയൊരു വേർഡ് വെച്ചിട്ടുണ്ട്. എന്താണിത്? അറിയോ നിങ്ങൾക്ക്? ഇതിന്റെ പിക്ചർ എന്തായിരിക്കും? ഞാനൊരു ക്ലൂ തരാം. കരയിലെ ഏറ്റവും വലിയ ഒരു ആനിമലാണ്. കിട്ടിയോ? എങ്കിൽ വേറൊരു ക്ലൂ തരാം. അതിൻ്റെ നിറം ബ്ലാക്ക് ആണ്, കറുപ്പാണ്. കിട്ടിയോ? ഇനി ഒരു ക്ലൂവും കൂടി തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. അതിൻ്റെ മൂക്ക്, അതായത് നോസ് താഴോട്ട് നീണ്ട് വളഞ്ഞിരിക്കുന്നു. ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവൂലേ. അപ്പൊ ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. കണ്ടോ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എലിഫന്റ്. ദിസ് ഈസ് ആൻ എലിഫന്റ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എലിഫന്റ്. എലിഫന്റ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? ഇ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. This is small letter E. This is capital letter E. This is small letter E. What is the sound of E? Eയുടെ സൗണ്ട് എന്താണ്? എ. എന്താണ്? എ. Elephant. Elephant. E for egg. എ. 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 E for elephant. എ. 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 കരയിലെ ഏറ്റവും വലിയ അനിമൽ ഏതാന്നാ പറഞ്ഞത്? എലഫന്റ്. എലഫന്റ് എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഇ. ഏതാണ്? ഇ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? എ. എ. എലഫന്റ്. ഇങ്ങോട്ട് നോക്കിക്കേ. എലഫന്റ് എന്ന് എഴുതുമ്പോൾ ഇതിൽ എത്ര ഇ ഉണ്ട്? 2. എത്ര ഇ ഉണ്ട്?
ടു. ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ. കണ്ടോ? പിന്നെ കണ്ടോ നമ്മൾ ആദ്യം പഠിച്ച ലെറ്റർ ഇത് ഏതാണ്? എ. എയുടെ സൗണ്ട് അ. മറന്നിട്ടില്ലല്ലോ? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ഓക്കെ, നമുക്ക് അടുത്ത വേർഡ് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എൻജിൻ. എന്താണ്? എൻജിൻ. ഈ എൻജിന് നമുക്ക് എവിടെ കാണാൻ കഴിയാ? നിങ്ങൾ ട്രെയിന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ട്രെയിനിന്റെ ഏറ്റവും മുമ്പിലുള്ള ഭാഗമാണ് എൻജിൻ എന്ന് പറയുന്നത്. എന്താണ്? എൻജിൻ. ഇവിടെ കണ്ടോ ഒരു വിൻഡോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഭാഗം കണ്ടോ? ഇവിടെയാണ് ട്രെയിനിലെ ഡ്രൈവർ. എന്താ ട്രെയിനിലെ ഡ്രൈവറിന് പറയാ? ലോക്കോ പൈലറ്റ് ആണ് കേട്ടോ. ഇരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ? എൻജിൻ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ എൻജിൻ. ട്രെയിന് ഇത്ര വലുപ്പേ ഉള്ളൂ? അല്ല, ഇതിന്റെ ബാക്കിലോട്ട് ഒരുപാട് കമ്പാർട്ട്മെന്റ് ഉണ്ടാവൂലേ. അങ്ങനെ ഏറ്റവും വലിയ ഒരു വെഹിക്കിളാണ് എന്ത്? ട്രെയിന് അല്ലേ? അപ്പൊ ട്രെയിനിന്റെ ഏത് ഭാഗമാണിത്? എൻജിൻ. എൻജിൻ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഇ. ഇ എൻ ജി ഐ എൻ ഇ. എന്താ വായിക്കുക? എൻജിൻ. ഇങ്ങോട്ട് നോക്കിക്കേ. എൻജിൻ എന്ന് എഴുതുമ്പോഴും ഈ വേർഡിൽ ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും ഉണ്ട് അല്ലേ? എൻജിൻ. എന്താ വായിക്കുക? എൻജിൻ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? എ. എൻജിൻ. എ. എൻജിൻ. കണ്ടോ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എൻജിൻ? ഇ. എന്താണ്? ഇ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. നിങ്ങൾ ട്രെയിന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? ചിലര് കയറിയിട്ടുണ്ടാവൂലേ, ചിലര് കണ്ടിട്ടുണ്ടാവും, കയറിയിട്ടുണ്ടാവില്ലല്ലേ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ഇത് നമ്മുടെ ഹാൻഡ് ആണ്. എന്താണ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ? കയ്യിനാണ് നമ്മളെ ഹാൻഡ് എന്ന് പറയുന്നത്. ഹാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ ഈ ഇല്ലല്ലോ. ഉണ്ടോ? പക്ഷെ ഹാൻഡ് അല്ല കേട്ടോ ഇവിടെ പഠിപ്പിക്കുന്നത്. കണ്ടോ ഈ ഭാഗം? ഇത് നമ്മളെ കയ്യിന്റെ മുട്ടുഭാഗമാണ്. എന്താണ്? കൈമുട്ട്. ഇതിന് പറയുന്ന പേരാണ് എൽബോ. എന്താണ്? എൽബോ. കണ്ടോ? എൽബോ എന്ന് പറയുമ്പോൾ ആദ്യം ഏത് ലെറ്റർ ആണ്? ഇ എന്നാണ്. നമുക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സും എഴുതി നോക്കാം. ഇ എൽ ബി ഒ ഡബ്ല്യു. കണ്ടോ? എന്താ വായിക്കുക? എൽബോ. വാട്ട് ഈസ് ദിസ്? എൽബോ. എൽബോ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഇ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? എ. എ. എൽബോ. എന്താണ് വായിക്കുക? എൽബോ. എൽബോ. എ. എ. എൽബോ. നമുക്ക് എത്ര എൽബോകളുണ്ട്? 2 ഉണ്ട്. എത്ര എൽബോ ഉണ്ട്? 2. വാട്ട് ഈസ് ദിസ്? എൽബോ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? എ. എ. എൽബോ. എന്റെ കൂടെ വായിച്ച്. എ. എ. എൽബോ. എ എന്ന് പറയരുത് കേട്ടോ. എൽബോ. എന്താണ്? എൽബോ. ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ ഈഗിൾ. ഈഗിൾ. എന്താ ഈഗിൾ എന്നാല്? പരുന്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരുന്തിനെ? ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കും അല്ലേ? പിന്നെയോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ റാഞ്ചിക്കൊണ്ട് പോകും. എന്തിനാണ്? അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ? കോഴിക്കുഞ്ഞ്, എലിക്കുഞ്ഞ്, അങ്ങനെയുള്ള ആനിമൽസിനൊക്കെ ഭക്ഷിക്കും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈഗിളിനെ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ ഈഗിൾ. ഈഗിൾ എന്ന് പറയുമ്പോഴും ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇ. ഈഗിൾ. ഈഗിൾ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോ
ഈ എന്ന സൗണ്ടിൽ മാറ്റം വരുമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ, എ എ എന്നുള്ള സൗണ്ടാണോ വരുന്നത്? അല്ല, എന്താണ്? ഇ എന്നുള്ള സൗണ്ടാണ് കേട്ടോ. ഈഗിളിനും അതുപോലെ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആൻ ഇയർ. ഇയറിനും ഏത് സൗണ്ടാണ് വരുന്നത്? ഇ എന്ന സൗണ്ടാണ് കേട്ടോ വരുന്നത്. അല്ലാത്തതൊക്കെ നമ്മൾ ഏത് സൗണ്ടിലാ പറഞ്ഞത്? എ എ എഗ്, എലിഫന്റ് അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. എൻജിൻ, എൽബോ, എ എ എന്ന സൗണ്ടാണ് പറഞ്ഞത്. അതേസമയം ഈഗിൾ, ഇയർ ഏത് സൗണ്ടാണ് നമ്മൾ പറഞ്ഞത്? ഈക്ക് ഇ എന്ന സൗണ്ടാണ് കേട്ടോ. പൊതുവെ നമ്മൾ പറയുമ്പോൾ ഏത് സൗണ്ടാണ് നമ്മൾ പറയണ്ടേ? എ എ. വാട്ട് ഈസ് ദിസ്? ഇതെന്താന്നാ പറഞ്ഞത്? ഇയർ. എന്താണ്? ഇയർ. ഇയ. എന്താ വായിക്ക? ഇയർ. എന്താ വായിക്ക? ഇയർ. ഇവിടെ സൗണ്ട് വരുന്നത് ഇ ആണ് കേട്ടോ. ഇയർ. എന്താണ്? ഇയർ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ആൻ ഇയർ. എന്താ ഇയർ എന്നാൽ? നമ്മളെ ചെവിയിലെ. ചെവി നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കേൾക്കാനില്ലേ? സോങ് കേൾക്കാം, ആരെങ്കിലും വിളിക്കുന്നത് കേൾക്കാം, വലിയ സൗണ്ട് കേൾക്കാം, ചെറിയ സൗണ്ട് കേൾക്കാം, ബേഡ്സിന്റെ ശബ്ദങ്ങൾ കേൾക്കാം അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഇത്, ഇയർ അല്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ആൻ ഇയർ. ഇയർ. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഇസ് സ്മോൾ ലെറ്റർ ഇ. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഐ. എന്താണ്? ഐ. എന്താ ഐ എന്ന് പറഞ്ഞാല്? കണ്ണ്. എന്തിനാണ് നമുക്ക് കണ്ണ്? കാണാന് അല്ലേ? എന്തൊക്കെയാ നമ്മൾ കാണുന്നത് നമ്മളെ ചുറ്റുപാടും? പച്ചപ്പാർന്ന മരങ്ങളും ചെടികളും, പിന്നെയോ ബട്ടർഫ്ലൈ, ഫ്ലവേഴ്സ്. ഇതൊക്കെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഐ. എന്തുകൊണ്ടാണ്? ഐ. രണ്ട് കണ്ണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഐസ് എന്ന് പറയും. എന്ത് പറയും? ഐസ്. നമുക്ക് രണ്ട് കണ്ണുകളില്ലേ? അപ്പൊ നമുക്ക് ഐ എന്ന് എഴുതി നോക്കാം. കണ്ടോ? ഐ. ഇവിടെയും കണ്ടോ? എ എന്ന സൗണ്ട് അല്ല കേട്ടോ വരുന്നത്. ഏത് സൗണ്ടാണ്? ഐ എന്ന സൗണ്ടാണ്. സൗണ്ടിലെ മാറ്റങ്ങള് വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കൂട്ടോ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ആൻ ഐ. ഇ ഫോർ ഐ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ഈ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഐ, എഗ്, ഇയർ, എൻജിൻ, എലഫന്റ്, ഈഗിൾ, എൽബോ. കണ്ടോ? ഈ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇ ഫോർ ഐ, ഇ ഫോർ എഗ്, ഇ ഫോർ ഇയർ, ഇ ഫോർ എൻജിൻ, ഇ ഫോർ എലിഫന്റ്, ഇ ഫോർ ഈഗിൾ, ഇ ഫോർ എൽബോ. ഈ പിക്ചേഴ്സിന്റെ ഒക്കെ വേർഡ് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ ഏതാണ്? ഇ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? എ. എന്താണ്? എ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഞാൻ ഒരുപാട് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾ ഇ എന്ന ലെറ്റർ, ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട് സ്മോൾ ലെറ്ററും ഉണ്ട്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കൂലേ? ഈസ് ദിസ് ലെറ്റർ ഇ? യെസ്, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ഈസ് ദിസ് ലെറ്റർ ഇ? നോ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ജി. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കൂട്ടോ. ഈസ് ദിസ് ലെറ്റർ ഇ? യെസ്, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ഈസ് ദിസ് ലെറ്റർ ഇ? യെസ്, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ഈസ് ദിസ് ലെറ്റർ ഇ? യെസ്, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ഈസ് ദിസ് ലെറ്റർ ഇ? നോ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ സി. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഈസ് ദിസ് ലെറ്റർ ഇ? യെസ്, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ഈസ് ദിസ് ലെറ്റർ ഇ? യെസ്, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. ഈസ് ദിസ് ലെറ്റർ ഇ? നോ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ ആർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പഠിക്കൂട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, എത്ര ക്യാപിറ്റൽ ലെറ്റർ ഇ ഉണ്ട്? 2.
ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എത്രയുണ്ടെന്ന് നോക്കാം. 1 2 3 4. 1 2 3 4. 4 സ്മോൾ ലെറ്റർ ഇയും 2 ക്യാപിറ്റൽ ലെറ്റർ ഇയും. ഇ എന്ന ലെറ്റർ എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ആദ്യം മുകളിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. എന്നിട്ട് തുടങ്ങിയ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നടുവില് താഴെ ഇങ്ങനെ ഓരോ വര കൊടുത്താൽ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ ഇ. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പൊ സ്മോൾ ലെറ്റർ ഇ എങ്ങനെ എഴുതും? ഇവിടുന്ന് അങ്ങോട്ടൊരു വര വരയ്ക്കാം. കണ്ടോ? അങ്ങോട്ടൊരു വര. എന്നിട്ട് ഇതാ മുകളിലോട്ട് ഇങ്ങനെ ഒരു തൊപ്പിട്ട് കൊടുക്കുക. കണ്ടോ? തൊപ്പിട്ട പോലെ ഇല്ലേ ഇത്? എന്നിട്ട് ഇതാ ഇങ്ങനെ വരും. എന്താണ്? സ്മോൾ ലെറ്റർ ഇ. എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. 1 2 3. കണ്ടോ? 3 ലൈൻ ഇട്ടാൽ ക്യാപിറ്റൽ ലെറ്റർ ഇ ആയിട്ടോ. കണ്ടോ? സ്മോൾ ലെറ്റർ എങ്ങനെയാണ്? അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഒരു തൊപ്പിട്ട് കൊടുക്കുക. കണ്ടോ? ഇ. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. എങ്ങനെയാണ്? മുകളിൽ നിന്ന് താഴോട്ട്, തുടങ്ങിയ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു വര, നടുവിൽ നിന്ന് അങ്ങോട്ടൊരു വര, താഴെ നിന്ന് അങ്ങോട്ടൊരു വര. ക്യാപിറ്റൽ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ എങ്ങനെയാണ്? അങ്ങോട്ട് വരയ്ക്കുക, കൈയെടുക്കാതെ. കണ്ടോ? ഈ കുഞ്ഞി വരക്കൊരു തൊപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരിക. ഇ. സ്മോൾ ലെറ്റർ ഇ. മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുക, തുടങ്ങിയ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു വര, നടുവിലൊരു വര, താഴെയൊരു വര. ക്യാപിറ്റൽ ലെറ്റർ ഇ. അങ്ങോട്ട് വരയ്ക്കുക, കൈയെടുക്കാതെ ഒരു തൊപ്പിട്ട് കൊടുക്കുക. കണ്ടോ? സ്മോൾ ലെറ്റർ ഇ. കണ്ടോ? മുകളിൽ നിന്ന് താഴോട്ടൊരു വര, അങ്ങോട്ടൊരു വര, വീണ്ടും ഒരു വര, വീണ്ടും ഒരു വര. കണ്ടോ? അങ്ങോട്ടൊന്ന് വരയ്ക്കുക, ഒരു തൊപ്പിട്ട് കൊടുക്കുക, വളച്ചു കൊണ്ടുവരാം കേട്ടോ. സ്മോൾ ലെറ്റർ ഇ. മുകളിൽ നിന്ന് താഴോട്ട് വര, അങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക, വീണ്ടും നടുവിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക, താഴെ നിന്നൊരു ലൈൻ വരയ്ക്കുക. ക്യാപിറ്റൽ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ. ക്യാപിറ്റൽ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ. ക്യാപിറ്റൽ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ. കണ്ടോ? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ഇ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ഇ? എ. എ. ഇനി നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് ഒന്ന് എഴുതി നോക്കാട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി. ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ. അപ്പൊ എല്ലാവരും എഴുതാൻ പഠിച്ചില്ലേ? ഇനി വേറൊരു ലെറ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റാ.